വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാം. എങ്കിലും അതേപോലെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ അതിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടും കുറച്ചും കൂടി വെജിറ്റബിളോ ഫ്രൂട്ട്സൊക്കെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമൂലം നമുക്കുണ്ടാകുന്ന കൂടുതൽ മെഡിസിൻ കഴിക്കുന്നത് ഒഴിവാക്കാം, ഹോസ്പിറ്റലിൽ പോക്ക് ഒഴിവാക്കാം. അതിനു വേണ്ടിയാണ് മല്ലിച്ചപ്പ് ശ്രമിക്കുന്നത് കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അന്ന് എനിക്ക് എഡിറ്റിംഗ് ഒക്കെ അത്ര വശമില്ലാത്ത സമയമായിരുന്നു. അതുകൊണ്ട് അത് ക്ലിയർ ആയില്ലാത്തതുകൊണ്ട് ഒന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ 2 ഗ്ലാസ് അരി അരച്ചെടുത്ത് റവ കുറുക്കി ഈസ്റ്റ് വെച്ച് കലക്കി വയ്ക്കുക. ആ ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ആ മാവ് 3 പകുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പങ്കിലേക്ക് 1/2 ഗ്ലാസ് റാഗി ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. വേറൊരു പങ്കിലേക്ക് ക്യാരറ്റ് വേവിച്ച് പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട്. ഈ ക്യാരറ്റിന് പകരം നമുക്ക് മത്തങ്ങ ചേർക്കാം, ആപ്പിൾ ചേർക്കാം, പപ്പായ ചേർക്കാം, മാമ്പഴം ചേർക്കാം. അതുപോലെ തന്നെ മുരിങ്ങയില ഉണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് മുരിങ്ങയില ഇല്ല, ഞാനിത്തിരി ചെടികളൊക്കെ അധികം ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പം മുരിങ്ങയിലയുടെ ഇതൊന്ന് വഴറ്റിയിട്ട് പേസ്റ്റാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ. അതെല്ലാം നെയ്യിലോ എന്തെങ്കിലും ഒന്ന് വഴറ്റിയിട്ട് ചേർക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഈ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ റാഗി നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ റാഗി മാത്രമായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ആ ഇഷ്ടം ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ മാവിൽ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. മത്തങ്ങ വെച്ച് ഞാൻ പൂരി ഒക്കെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ഹെൽത്ത് ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. മാവ് അരച്ച് 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം അപ്പം ഉണ്ടാക്കാൻ കേട്ടോ.